ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AR മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1996 റിലീസായിട്ടുള്ള ഉള്ളത്തെ അള്ളിത്ത ആ ഒരു ഫിലിമിലെ പാട്ടാണ്. അതിൽ ഒരുപാട് അന്നിറങ്ങിയ ആ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ അടിപൊളി പാട്ടുകളായിരുന്നു. അതിലെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടിയുണ്ട്, ലവ് യു സൊന്നാലെ എന്ന് പറഞ്ഞ പാട്ട്. പക്ഷെ അതല്ല ഞാൻ ഇന്ന് കാണാൻ പോകുന്നത്. അതിൽ അഴകിയ ലൈല എന്നുള്ളൊരു പാട്ടാണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത്. അന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു പാട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. സിനിമകളിലൂടെ ആണെങ്കിലും റീൽസിലൂടെ ആണെങ്കിലും ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ റീലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പാട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. அழகிய லைலா அவள் இவளது ஸ்டைலா, சந்தன வேலா இவள் மன்மத புயலா, அடடா பூவின் மாநாடா, அழகுக்கு இவள் தான் தாய் நாடா. அழகிய லைலா அவள் இவளது ஸ்டைலா, சந்தன வேலா இவள் மன்மத புயலா, அடடா பூவின் மாநாடா, அழகுக்கு இவள் தான் தாய் நாடா. இவள் மன்மத புயலா, அடடா பூவின் மாநாடா, அழகுக்கு இவள் தான் தாய் நாடா. காலையில் கலைத்தேன், தினம் தினம் இவளை யோசித்தேன். வாலிப குறும்புகள் ஜாலிகள் சொல்லுது ஐயையோ, பூக்கள் அவளை பார்த்து பார்த்து ஆட்டோகிராஃபை கேட்டு கேட்டு கைகள் நீட்டியதோ. அந்த புறத்து மகராணி, அந்த புறத்து மகராணி, அழகிய லைலா அவள் இவளது ஸ்டைலா, சந்தன
அவள் மன்மத புயலா அடடா பூவின் மாநாடா ஓ ஓ அழகுக்கு இவள் தான் தாய் நாடா എന്തൊരു വൈബ് പാട്ടാണല്ലേ. വൈബ് സോങ്, അടിപൊളി പാട്ട്. ഈ പാട്ട് ഞാൻ പണ്ടെപ്പോഴോ കണ്ടുവിട്ട പാട്ടാണ്. അതിൻ്റെ ചെറിയ സീൻ അവിടെ ഇവിടെയൊക്കെ മാത്രമേ എന്തൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്തൊന്നും ഞാൻ ഈ ഒരു പാട്ട് കണ്ടിട്ടില്ല. നല്ല അടിപൊളി നല്ല വൈബ് സോങ്ങാണ് അഴകിയലയിൽ. അപ്പോൾ പാട്ടിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അതിൻ്റെ കൊറിയോഗ്രാഫറാണ്. ഇതിൽ നമ്മുടെ നായകൻ, നമ്മുടെ നവരസ നായകൻ കാർത്തി, പുള്ളിക്കാരൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വേറെ ലെവല് ഡാൻസാണ്. 1996 ആ ഒരു സമയത്ത് ഇറങ്ങിയ പടമാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ ഒരു കളിക്കുന്ന ആ ഒരു ഡാൻസ്, ഒപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന സഹനടൻ, അതായത് ഗൗണ്ടമണി. നായകന്മാർ പൊതുവെ ഡാൻസ് കളിക്കും, അത് ഓക്കെയാണ്. ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ സഹനടന്മാർക്ക് അല്ലെങ്കിൽ കൊമേഡിയൻ ആക്ടേഴ്സിന് ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അങ്ങനെ സഹനടനും നടനും ഒരുമിച്ച് പൊളിച്ചടക്കിയ ഒരു ഡാൻസാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ പറയാനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രംഭ, ഗ്ലാമറസ് വേഷമാണ്, ഡാൻസ് സൂപ്പറാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മളെ രശ്മികയെ കൊണ്ടു നടക്കുന്ന ആ സംഭവമില്ല, അതുപോലെ അതിനേലും എനിക്ക് തോന്നുന്നു 10 ഇരട്ടി റേഞ്ച് ഫാൻ ബേസ് ഉണ്ടായ ഒരു സമയമായിരുന്നു രംഭക്ക്. ആ ടൈമിലൊക്കെ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ പാട്ടിൽ ആപ്റ്റായ രീതിയിലുള്ള ഡാൻസും ലുക്കും ഒക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഞാൻ കരുതിയിരുന്നത് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത് AR റഹ്മാനും പിന്നെ SPB ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഈ പാട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മനു സാറും പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് സിർപ്പി നാരായണൻ എന്തോ ആണ്. പുള്ളിക്കാരനെ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് പറയാം. അപ്പോൾ മനു സാറിൻ്റെ വോയിസിൽ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. വേറെ ആരുടെ വോയിസിലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാട്ട് പാടുന്നവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അത്രയും പക്ക മാച്ചായിട്ടാണ് ഈ ഒരു പാട്ടിൽ സാറ് വന്നേക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ വോയിസ്, സൗണ്ട്, പിന്നെ ഇടക്കിടക്ക് വരുന്ന ബീറ്റ് ഒക്കെ സൂപ്പറാണ്. ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് വേറെ ഇങ്ങനത്തെ ഒരു പാട്ട് എനിക്കറിയില്ല. ഒരു വെറൈറ്റി പാട്ട് തന്നെയാണത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഏതാണെങ്കിലും ഒന്ന് കമൻറ്റിലൊന്ന് പറയാം. പിന്നെ ഈ പാട്ട് ഇപ്പോൾ ഹിറ്റാകാൻ അല്ലെങ്കിൽ വൈറലാവാൻ തന്നെ മെയിൻ കാരണം ഗുരുവായൂരമ്പലം നടയിൽ ആ ഒരു പടത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സീനിൽ ആ ഒരു പാട്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നീട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും റീലും അങ്ങനെയൊക്കെ ആയിട്ട് അതിങ്ങനെ വൈറലായി പോയത്. അപ്പോൾ ഈ ഒരു പാട്ട് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമുള്ള പാട്ട് തന്നെയാണ്. പിന്നെ കൂടുതൽ പിന്നെയും കാണുമ്പോൾ അതിനിഷ്ടം കൂടുന്നേ ഉള്ളൂ, ഒരിക്കലും കുറയുന്നില്ല. അത്രത്തോളം സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഭയങ്കര വൈബ് തരുന്ന ഒരു പാട്ടാണ് അഴകിയലയിൽ. അപ്പോൾ ഈ ഒരു പടത്തിൽ ഈ ഒരു പാട്ട് മാത്രമല്ല, നമുക്ക് ലവ് യു സൊന്നാലെ ആ ഒരു പാട്ടും സൂപ്പർ പാട്ട് തന്നെയാണ്. അതിലെ ബീറ്റും അല്ലെങ്കിൽ അതിലെ ഇൻസ്ട്രുമെൻറ്റ് വോയിസ് ഒക്കെ വേറൊരു വൈബാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് മാത്രം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ ഒരു പാട്ട് എന്തായാലും കാണും. അപ്പോൾ ഈ ഒരു പാട്ടിൽ അഴകിയലയിൽ എന്നുള്ളൊരു പാട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ ഒന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് AR മീഡിയ.